വിളക്കിന്റെ വെളിച്ചത്തില് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തില് മുതഅല്ലിമീങ്ങളിരുന്ന് കിതാബ് ഓതാറുണ്ടല്ലോ. എന്നാൽ ആ പവിത്രമായ പള്ളിയുടെ തൊട്ടടുത്ത് ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമി റളിയല്ലാഹു തആല അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ആ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമി റളിയല്ലാഹു അൻഹു രചിച്ച അൻഖിയ എന്ന് പറയുന്ന മഹത്തായ കിതാബ് ഓതിയ എത്രയോ ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടാവാം. പ്രിയപ്പെട്ട ഉമ്മമാര്, മുൻകാലത്ത് മദ്രസയിൽ 4ാം ക്ലാസ്സിലൊക്കെ ആ വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്ന് നമ്മുടെ ഉമ്മമാരോടൊക്കെ ചോദിക്കുമ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നു. 4ാം ക്ലാസ്സിലൊക്കെ ആ കിതാബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മദ്രസയിൽ +1-ലും +2-ലും ആ പവിത്രമായ കിതാബ് തഹ്ദീബുൽ അഖ്ലാഖ് എന്ന പേരിൽ ആ കിതാബുകൾ ഇന്ന് കുട്ടികൾക്ക് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കിതാബില് വളരെ വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാനുള്ള 5 മരുന്നുകൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ 5 മരുന്നുകൾ? പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 5 മരുന്നുകൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ കഴിച്ചാൽ നമ്മുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുകയില്ല. ഒന്നാമത് ഒന്നാമത്തെ മരുന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹൃദയത്തിന് സമാധാനം കിട്ടാനുള്ള മരുന്ന് അഞ്ചെണ്ണമാണ്. ഒന്നാമത്തത് ഖുർആൻ പാരായണം ചെയ്യലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആൻ പാരായണം ചെയ്യും. അതിന്റെ ഇടയിൽ മരിച്ചുപോയ എന്റെ ഭർത്താവിനും മരിച്ചുപോയ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു അരിക്കത്ത് സംഭാവന ഒരു സഹോദരി. അല്ലാഹുവേ ഈ അരിക്കത്ത് സംഭാവന നൽകിയ പ്രിയപ്പെട്ട ഉമ്മാക്ക് ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അവരുടെ വിഷമങ്ങൾ നീക്കണേ അല്ലാഹ്. അവരുടെ മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ അവരുടെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് നാളെ സ്വർഗലോകത്ത് ആ മാതാപിതാക്കളുടെ കൂടെ ഭർത്താവിന്റെ കൂടെ മുസ്ലിമിയുടെ കരം കൊണ്ട് കോഴി കൊടുക്കുന്ന ഹൗസുൽ കൗസർ വാങ്ങിക്കൊടുത്ത് സന്തോഷം കൊണ്ട് പുളകമണിയാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അപ്പൊ ഒന്നാമത്തെ മരുന്ന് പ്രിയപ്പെട്ടവരെ ഖുർആൻ പാരായണം ചെയ്യലാണ്. ഖുർആൻ പാരായണം ചെയ്യാന്ന് പറയുമ്പോൾ ഇന്ന് അധികം ആളുകൾക്കും ഖുർആൻ പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുസഹഫുകൾ വീട്ടിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. മുസഹഫുകൾ പള്ളികളിൽ തട്ടുകളിൽ നല്ല നല്ല പത്രമായി തൂക്കിച്ചിരിപ്പുണ്ട്. പക്ഷേ അതെടുത്ത് പാരായണം ചെയ്യാൻ ആളുകൾ കുറവാണ്. എങ്ങനെ ഖുർആൻ പാരായണം ചെയ്യണം? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബിതദബ്ബുരിൽ മഅന, ഖുർആനിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്താൽ മനസ്സിന് സമാധാനം കിട്ടുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നു ഖുർആന്റെ അർത്ഥം നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മളെന്താ ചെയ്യാം. എന്നാൽ ഞാനൊന്ന് ചോദിക്കുന്നല്ലോ, പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൻ അവിടെ തന്റെ സുഹൃത്തിനോടൊരു വിസ വേണമെന്ന് പറഞ്ഞിട്ട് ആ സുഹൃത്തൊരു വിസ നമുക്ക് അയച്ചു തന്നാൽ ആ വിസയിലുള്ള മിഹിനത്ത് എന്താണ് എന്നറിയാൻ ഞങ്ങൾ അവിടെയുള്ള ഒരുപാട് അറബി പദങ്ങൾ, ആ വിസയിലുള്ള ഒരുപാട് അറബി വേർഡുകളുണ്ടല്ലോ, അതിന്റെ ആശയങ്ങൾ അർത്ഥങ്ങൾ അറിയാതെ വരുമ്പോ അതെടുത്തിട്ട് ഏതെങ്കിലും ട്രാവൽസിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ സമീപത്തോ ചെന്നിട്ട് അതിന്റെ അർത്ഥങ്ങൾ ആശയങ്ങൾ മനസ്സിലാക്കാൻ ധൃതി കാണിക്കാറുണ്ടല്ലോ. ചിന്തിച്ചോ, ആ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കാൻ ഞങ്ങൾ നട്ടോട്ട് ഓടുമ്പോ അത്രത്തോളം ഒരു ചെറിയ സമയമല്ലേ, ആ സമയം പോലും നമുക്ക് ഖുർആന്റെ അർത്ഥം പഠിക്കാൻ വേണ്ടല്ലോ. ഒരു ദിവസം 5 മിനിറ്റ് നാം തെരഞ്ഞെടുത്താൽ ഖുർആനിലെ ഓരോ സൂറത്തുകളുടെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. പക്ഷേ ഞങ്ങൾ അതിന് തയ്യാറാകുന്നില്ല. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ശമ്പളം കിട്ടുന്ന ജോലിയാണ്. ആ ജോലി എന്താണെന്ന് അറിയണമെന്ന മനസ്സമാധാനത്തിന് വേണ്ടി വിസയുടെ അർത്ഥം മനസ്സിലാക്കാൻ തോട്ടമോടുന്ന ചെറുപ്പക്കാരെ, നമുക്കെന്തുകൊണ്ട് ഖുർആനിന്റെ ആശയങ്ങൾ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ അത് അറിയുന്ന പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യാൻ മനസ്സ് വെക്കുന്നില്ല? നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കാൻ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ നാം തയ്യാറാവണം.
അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്താൽ മനസ്സിന് സമാധാനം കിട്ടുന്നതാണ്. ഖുർആൻ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടല്ലോ. നമുക്കറിയാലോ, വിശുദ്ധമായ ഗ്രന്ഥം, ആ ഗ്രന്ഥം മനഃപ്പാഠമാക്കിയ ഒരുപാട് ആശയങ്ങളുള്ള നാടാണല്ലോ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന UP എന്ന പേരിൽ അറിയപ്പെടുന്ന നാട്. അവിടെ വെച്ചുകൊണ്ടാണല്ലോ ഒരുപാട് ഉസ്താദുമാര് കേരളക്കരയിലുള്ള ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ വന്നിട്ട് ആ നാടുകളിലുള്ള പ്രിയപ്പെട്ട മക്കൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള കോച്ചിങ് കൊടുക്കുന്നത്. ഇന്ന് അല്പം കേരളക്കരയിൽ നിന്ന് ഒരുപാട് ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് ഇന്ന് കേരളത്തിലുള്ള ആളുകൾ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടത്തുമ്പോ, എന്നാൽ ആ കോളേജുകളിൽ മിക്കവാറും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളുടെ കയ്യിൽ ബക്കറ്റുമായിട്ട് നമ്മുടെ സംഘാടകർ വരുമ്പോൾ എല്ലാവരും അകമടിഞ്ഞ സഹായ സഹകരണം ചെയ്യണം. പിന്നെ ഇന്നലെയൊക്കെ ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കവർ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ. ആ കവർ ആരും കാലി കവറിടാതെ അതിൽ നല്ല പൈസ ഇട്ടിട്ട് ആ പൈസ ഇട്ട് കൊണ്ടുവന്ന കവർ ഈ ബക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ മുഴുവനും സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ ഇടയിൽ അതും നടക്കണം. നമുക്ക് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കണം. സമയം വളരെ തുച്ഛമാണ്. ഒന്നരായ ശൈഖുനാ ഉസ്താദിന്റെ ദിക്ർ ദുആ മജ്ലിസ് നമുക്കിവിടെ ആനന്ദത്തോടെ നടത്താനുള്ള സമയം അടുത്തെടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രമിക്കുക. ഈ 5 മരുന്നുകൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ വിരമിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, UP യിൽ നിന്ന് വന്നിട്ട് ഹാഫിളീങ്ങൾ ഇവിടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ ക്ലാസ് എടുക്കുമ്പോ, എന്നാൽ എങ്ങനെയാണ് അവിടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് UP യിൽ ആദ്യമായി തുടങ്ങിയത്? ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായ എത്രയോ ആളുകൾ വിശുദ്ധമായ ഖുർആനിന്റെ മാസ്മരിക ശക്തി കണ്ടിട്ട് ഖുർആൻ കരിച്ചു കളയാൻ തുടങ്ങി. ഖുർആൻ കരിച്ചു കളയാൻ തുടങ്ങിയപ്പോ അവിടുന്ന് ഖുർആൻ കരിക്കുന്ന രംഗങ്ങൾ അവിടെയുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ഖുർആൻ കരിക്കുന്ന രംഗങ്ങൾ അവർക്ക് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അവർ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി പോയി. പക്ഷേ ഖുർആനിനെ അവർ ഒരുപാട് വില കൊടുത്തുകൊണ്ട് കുട്ടികളിൽ നിന്നൊക്കെ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളുമായി കൊണ്ടുവന്നിട്ട് ഖുർആൻ മുഴുവനും കരിക്കാനുള്ള തീരുമാനം അവരെടുക്കുമ്പോ ആ നാട്ടിലുള്ള പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ സ്വപ്നം കാണുന്നു. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഈ പവിത്രമായ നാട്ടിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്തഫയെ കരിച്ചു കളയുമ്പോ ആ ഖുർആൻ ഇറക്കിയ യജമാനനായ റബ്ബ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഒരാൾക്കും തകർച്ചു കളയാൻ പറ്റാത്ത ഗ്രന്ഥമാണ് ഖുർആൻ. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഖുർആൻ ഇറക്കിയത്, നാം തന്നെ അതിന് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അവിടുന്ന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നു.